നവംബർ 3 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ. കേന്ദ്രീകരിക്കലും ശ്രദ്ധ തിരിക്കലും എന്ന തലക്കെട്ടോടുകൂടി 11ാമത്തെ പടിയുടെ ലേഖനത്തിൽ 97ാമത്തെ പേജിൻ്റെ അവസാന ഭാഗത്ത് തുടങ്ങി 98ാമത്തെ പേജിലേക്ക് എത്തുന്ന ഖണ്ഡികയാണ്. ഇവിടെ നേരിട്ടിട്ട് പ്രാർത്ഥനയെയും ധ്യാനത്തെയും ആത്മപരിശോധനയുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ്. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രാർത്ഥനകളെല്ലാം തന്നെ നമ്മളോട് തന്നെയുള്ള ആവശ്യപ്പെടലുകളാണ്. അതോടൊപ്പം തന്നെ നമ്മളെ പരിശോധിക്കലായിട്ട് മാറുന്നുണ്ട് ഇവിടെ. അപ്പം എങ്ങനെയാണ് നമ്മളെ പരിശോധിക്കുന്നത്? ആ നമ്മളെ പരിശോധിക്കുന്നതിലൂടെ നമ്മളെങ്ങനെ മാറ്റത്തിന് വിധേയമാകുന്നു എന്നുള്ളതും കൂടിയാണ്. ഈ ഒരു ആത്മപരിശോധനയും പ്രാർത്ഥനയും ധ്യാനവും തമ്മിലുള്ള ബന്ധത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ജീവിതത്തിൻ്റെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന അധ്യാസക്തൻ, ആ അധ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ കടന്നു പോകുന്ന ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും അവൻ ഇതിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുകയും ഇന്നിലേക്ക് പരിപൂർണമായിട്ട് നിൽക്കാനായിട്ട് പറ്റുകയും ചെയ്യുമ്പോഴാണ് 11ാമത്തെ പടിയുടെ പ്രയോജനമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അവിടെ നമ്മൾ ധ്യാനിക്കുന്നത് എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ന ചോദ്യത്തിന് മുന്നേ ആയിട്ട് 11ാമത്തെ പടിയുടെ ലിറ്ററേച്ചറുകളൊക്കെ പരിശോധിച്ച് നമുക്കറിയാൻ പറ്റും. നമ്മൾ ഒരു ദിവസത്തെ ക്രിയാത്മകമായി പരിശോധിച്ചുകൊണ്ടാണ് ആ ദിവസം അവസാനിക്കുക. ആ ദിവസത്തിൽ എങ്ങനെയാണ് നമ്മൾ ഇന്നുണ്ടായിരുന്നത്, ഏതൊക്കെ രീതിയിലേക്ക് നമുക്ക് നിൽക്കാനായിട്ട് പറ്റി, നമുക്ക് ആരോടൊക്കെ ദേഷ്യം ഉണ്ടായിരുന്നു, നമ്മളിന്ന് സത്യത്തിൻ്റെ മാർഗത്തിലാണോ നടന്നത്. പലപ്പോഴും നമുക്കൊക്കെ ചെറിയ വർത്തമാനങ്ങൾ തൊട്ട് വലിയ വർത്തമാനങ്ങൾ വരെ നമ്മൾ ആഗ്രഹിച്ച രീതിയിലൊന്നും മറ്റുള്ളവർ സംസാരിക്കില്ല. പലപ്പോഴും നമുക്ക് ഉടക്കുണ്ടായിട്ടുണ്ടാവും. നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഭയം ഉണ്ടായിട്ടുണ്ടാവും. അതേപോലെ വിചാരിക്കാത്ത പല ഗുണങ്ങളൊക്കെ കിട്ടിയപ്പോൾ അമിതമായിട്ടുള്ള സന്തോഷം ഉണ്ടായിട്ടുണ്ടാവും. കുറച്ചൊക്കെ നന്നാക്കാമായിരുന്നു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ പലപ്പോഴും നമ്മളെക്കുറിച്ച് മാത്രമുള്ള ആ സ്വാർത്ഥ പ്രേരിതമായിട്ടുള്ള നമ്മളാണ് ഈ ലോകത്തിൻ്റെ കേന്ദ്രം എന്ന രീതിയിലുള്ള ചിന്തകളൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള പരിശോധനകളൊക്കെ നടത്തുമ്പോൾ നമ്മൾ ആത്മപരിശോധന കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണ് ഇവിടെ ആത്മപരിശോധനയായിട്ട് ധ്യാനവും എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പരിശോധന നടക്കുമ്പോൾ നമ്മൾ സ്വയം സഹതാപങ്ങളിലേക്കോ വിഷമങ്ങളിലേക്കോ ഒന്നും പോകാതെ അവിടെ പറയുകയാണ് നമ്മളെ കൊണ്ടുള്ള പ്രയോജനക്ഷമത, മറ്റുള്ളവർക്ക് എങ്ങനെ പ്രയോജനക്ഷമമായിട്ടിരിക്കാം എന്നാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മുടെ അധ്യാസക്തൻ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുള്ള ബോധ്യം, ഇന്നത്തെ തെറ്റുകളൊക്കെ എൻ്റെ ബോധ്യങ്ങളാവുകയും ഇത് ആവർത്തിക്കാതിരിക്കാൻ കൃത്യമായ പ്രവൃത്തികൾ ഉണ്ടാവേണ്ടതുണ്ട്. അതിൻ്റെ പാഠങ്ങളൊക്കെ പഠിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതാണ് ധ്യാനിക്കുന്നത്. നാളെ ആ രീതിയിലേക്ക് എങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കാം, ഏതൊക്കെ രീതിയിലേക്ക് തുടങ്ങണം എന്ന് പറഞ്ഞാൽ അത് അമിതമായ ചിന്തകളൊന്നുമില്ലാതെ ആ ബോധ്യങ്ങൾ കടന്നു വരികയും അത് നടക്കാൻ എന്നെ സ്വീകരിക്കാൻ, നാളെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, വിചാരിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ സ്വീകരിക്കാൻ എന്നെ പ്രാപ്തമാക്കണമേ എന്ന പ്രാർത്ഥനയോട് കൂടിയാണ് ആ ദിവസം അവസാനിക്കുകയാണ്. പുതിയ ദിവസം തുടങ്ങുമ്പോഴും അത് തന്നെയാണ്. ഇന്നത്തെ ഒരു ദിവസത്തെക്കുറിച്ചുള്ള പദ്ധതികളാണ്. ആ പദ്ധതികൾ ദൈവത്തോട് ശരിയായ ചിന്തകൾക്ക് വഴികാട്ടാനുള്ള അപേക്ഷകളാണ്. അല്ലാണ്ട് നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ വേണം അല്ലെങ്കിൽ ഇങ്ങനെ ആവണം എന്ന ഒരു ആവശ്യപ്പെടലുകളും യാചനകളും ഇല്ല. മറിച്ച് എന്താണ്, ആ മുന്നിലേക്കുള്ള വഴി കാട്ടുക, വിചാരിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സ്വീകരിക്കാനായിട്ട് എന്നെ സഹായിക്കണം. അതിന് പ്രാർത്ഥന പോലും എന്താണ്, ശരിയായ രീതിയിലുള്ള ചിന്തകൾ എനിക്ക് ഉണ്ടാവണം എന്ന് പറയുമ്പോൾ ആത്മനിന്ദ, ഞാൻ എന്നെ തന്നെ നിന്ദിക്കുന്ന, എന്നെ സ്വയം സഹതാപത്തിലേക്ക് കൊണ്ടുപോകുന്ന, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഭാഗ്യക്കേട് നടക്കുന്ന എന്ന് പറയുന്ന ആ ചിന്തകളിൽ നിന്ന്, അല്ലെങ്കിൽ ഞാൻ മാത്രമായിട്ട് പോകുന്ന എൻ്റെ ചിന്തയിലൂടെയാണ് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എല്ലാ പ്രശ്നവും. നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ കാര്യങ്ങൾ ദൈവം കളിക്കുന്നതിൻ്റെ പ്രധാന കാരണം മറ്റുള്ളവരെ നമ്മൾ വിധിക്കുകയും മറ്റുള്ളവരെയൊക്കെ നമ്മൾ വിചാരിച്ച പോലെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ മറ്റുള്ളവർ തെറ്റാണെന്ന് വിമർശിക്കേണ്ടി വരികയൊക്കെ ചെയ്യും. നമ്മുടെ ദൈവം കളിയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ തൻകാര്യ മാത്ര നിഷ്ഠയുള്ളവരായിട്ട് നമ്മൾ മാറുകയാണ്.
അപ്പോൾ നമ്മളൊരു ദിവസത്തിൽ നമ്മളിതൊക്കെ ആത്മപരിശോധന നടത്തിയാലാണല്ലോ നമുക്ക് കണ്ടെത്താൻ പറ്റുക. മറ്റുള്ളവരിൽ കണ്ടെത്തിയിരുന്ന അതേ കുറ്റങ്ങളൊക്കെ നമുക്കുണ്ട്. നമ്മൾ കണ്ടെത്തുമ്പോൾ ഇതിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള മാർഗസിദ്ധി ഉണ്ടാവണം. ഇതാണ് പ്രാർത്ഥന. അതിനെ വേണ്ടി ഞാൻ കണ്ണുകൾ അടച്ചുകൊണ്ട് എന്നിലേക്ക് നോക്കി അതിലേക്കുള്ള തയ്യാറെടുപ്പായിട്ട് ധ്യാനം മാറുകയാണ്. അപ്പോൾ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. വിചാരിച്ച പോലെ എല്ലാ സമയങ്ങളിലും വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളില്ലാതെ ഒന്നും പോകാൻ പറ്റില്ല. ഞാനെന്ന മദ്യാസക്തൻ എന്താണെന്നുള്ള കൃത്യമായ ബോധ്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാമിൽ മറ്റുള്ളവരുമായിട്ട് സംസാരിച്ചു കൊണ്ട് കണ്ടെത്താൻ പറ്റും. ആ ചിന്തകളെ വേറെ രീതിയിലേക്ക് മാറ്റാൻ പറ്റും. അവിടെയാണ് നമുക്ക് പ്രോഗ്രാം തന്നിട്ടുള്ള കഴിവുകളെ പ്രയോജനക്ഷമമാക്കാനായിട്ട് നമുക്ക് എങ്ങനെ മാറാൻ പറ്റും എന്നുള്ളത്. അപ്പോഴാണ് ജീവിതം ഉയർന്ന തലങ്ങളിലേക്ക് നമ്മളെത്തുക. അപ്പോൾ ജീവിതത്തിലുണ്ടാവുന്ന അനിശ്ചിതത്വങ്ങളെ അതിനെ പാഠമായി എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അതിലെ പ്രതിസന്ധികളെ നേരിടാനുള്ള നമ്മുടെ പ്രയാസങ്ങളെ നമ്മൾ കണ്ടെത്തിക്കൊണ്ട്, അതിന് കാരണമായ നമ്മുടെ സ്വഭാവത്തിൻ്റെ ദൂഷ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമമാണ്. അവിടെയാണ് ശ്രദ്ധ നമ്മൾ കേന്ദ്രീകരിക്കുന്നത്. നമ്മളിലേക്ക് തന്നെയാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഓരോ തവണയും നമുക്ക് കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ, ഓരോ തവണയും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് അവിടെ ദൈവഹിതം എന്താണ് എന്ന് കണ്ടെത്താൻ. ആ ദൈവഹിതം എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിച്ച രീതിയിലായിരിക്കില്ല. നമുക്ക് ആഗ്രഹിക്കുന്നതൊന്നും തെറ്റില്ല. പക്ഷെ ആഗ്രഹിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെ സ്വീകരിക്കാൻ ഞാൻ എന്നെ പ്രാപ്തമാക്കി എടുക്കേണ്ടതുണ്ട്. അങ്ങനെ പ്രാപ്തമാക്കി എടുക്കുമ്പോഴാണ് ഇന്നത്തെ ദിവസം എന്താണ്, ഇന്നത്തെ ദിവസം എങ്ങനെ മനോഹരമായി ജീവിക്കാമെന്ന് ഞാൻ പഠിക്കുക. പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാറിക്കൊണ്ട് സന്തോഷവും സമാധാനമായിട്ടിരിക്കാമെന്ന് കരുതിയിരുന്നൊരു കാലം, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ടൂറ് പോയിക്കൊണ്ട് സന്തോഷം കണ്ടെത്താമെന്ന് പറഞ്ഞിരുന്നൊരു കാലത്ത് മാറി ഇന്ന് ഞാൻ എവിടെയാണോ നിൽക്കുന്നത്, എൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത്, അതിലൂടെ എനിക്ക് വേണ്ട കാര്യങ്ങളെ കണ്ടെത്താൻ എങ്ങനെ ഞാൻ മാറുന്നു എന്നുള്ളിടത്താണ് ധ്യാനത്തിൻ്റെ പ്രസക്തി. അല്ലാതെ അതീന്ദ്രിയമായ രീതിയിൽ കണ്ണുകൾ അടച്ചുകൊണ്ട് വേറൊരു സംഭവത്തെ എൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് പ്രവർത്തിപ്പിക്കുകയല്ല, മറിച്ച് ഞാൻ എന്താണ് എന്ന കൃത്യമായ ബോധ്യത്തിൽ എവിടെ എനിക്ക് മാറാൻ പറ്റും, എത്രത്തോളം മാറാൻ പറ്റും, മാറാത്തതിനെ പതുക്കെ 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 പുരോഗതിയിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. വളരെ 100% പ്രാക്ടിക്കലായിട്ടുള്ള മാർഗത്തിലൂടെയുള്ള ധ്യാനങ്ങളും ആ ധ്യാനങ്ങൾ പ്രവൃത്തിയിലേക്ക് കടന്നു വരുമ്പോഴാണ് ഞാനെന്ന മധ്യാസത്തിന് മാറ്റം ഉണ്ടാവുന്നത് എന്നുള്ള കൃത്യമായ ഓർമ്മപ്പെടുത്തലോട് കൂടിയാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ കടന്നു വരുന്നത്. നമുക്ക് ഒരുമിച്ചുകൊണ്ടേ പറയുന്ന നിങ്ങളോട് മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.